ഇത്രയും നാളത്തെ കാത്തിരിപ്പ് അങ്ങനെ നാളെ അവസാനിക്കുകയാണ്. വി ആർ ഗോണ ഫൈനലി മീറ്റ്. നാളെ നേരിൽ കണ്ട നിനക്കെന്നെ ഇഷ്ടപ്പെടുകൂടാ? ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല ഇരിക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേടോ? ഞാൻ നിന്റെ ഫോട്ടോ കണ്ടിട്ടല്ല ഇഷ്ടപ്പെട്ടെ. ഐ ലൈക്ക് യു ജസ്റ്റ് ദ വേ യു ആർ. നീ നിന്നെ എങ്ങനെ നോക്കി കണ്ടാലും നീ ഫോട്ടോയിലുള്ള പോലെ അല്ലെങ്കിലും അത് എന്നെ ബാധിക്കില്ല. യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ടു മീ. അതിലിനി ഒരു മാറ്റവും വരാനും പോകുന്നില്ല. നീ കൂടുതൽ കാട് കയറി ചിന്തിക്കാതെ ഉറങ്ങാൻ നോക്കിക്കേ. നാളെ രാവിലെ ട്രെയിൻ കയറാനുള്ളതല്ലേ. ബ്യൂട്ടി സ്ലീപ്പ് മുടക്കണ്ട. നാളെ നേരിട്ട് കാണാം. ഉറങ്ങിക്കാം. ആരായി പറയുന്നതെന്ന് നോക്കണേ. എനിക്ക് രാവിലെ ട്രെയിൻ, പറയുന്ന ആൾക്ക് പുലർച്ചേക്കാ ട്രെയിൻ. എന്നിട്ടാ എന്നെ ഉറക്കാൻ നോക്കണേ. മോൻ വേഗം പോയി ഉറങ്ങിക്ക്. ഇനിയെല്ലാം നാളെ നേരിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Finally, I'm gonna meet my first love and last two. എന്നെ പോലത്തെ ഒരു ബുക്ക്വാമായിട്ടുള്ള ഒരാൾ പ്രേമത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരും ആദ്യം വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. Where did it all start? 2 വർഷം മുമ്പേ നാട്ടിൽ CA കോച്ചിങ്ങിന് പഠിക്കുന്നതിൻ്റെ കൂടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ട് BComന് ചേർന്ന സമയം. എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാം എന്തിനു വേണ്ടിയാണ് ഈ കോഴ്സ് എടുത്തത് എന്ന് പോലും ചിന്തിച്ചു പോയി. അത്രയും ഉയപ്പന്മാരായിരുന്നു എല്ലാം. അവർക്കിടയിലാണ് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. എന്നെപ്പോലെ പ്രോബ്ലംസൊക്കെ കൃത്യമായിട്ട് ചെയ്തിടുന്ന ഒരു കൊച്ച്. ഞാനായിട്ട് ശ്രദ്ധിച്ചതല്ല, അവൾ ഇടിച്ചു കയറി ശ്രദ്ധ പിടിച്ചു വാങ്ങിയതാണെന്ന് പറയാം. മിസ് തന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ഉഴപ്പന്മാരൊക്കെ അത് മൈൻഡ് പോലും ചെയ്യാതിരുന്നപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് അനാഥ പ്രേതത്തെ പോലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ കിടന്നു. അപ്പോഴാണ് എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് ഇടിച്ചു തള്ളി അവൾ വന്നത്. PM-ലേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലേക്കും. ലാവണ്യ. ഞാൻ ഗ്രൂപ്പിലിട്ട എൻ്റെ ഡൗട്ട് വന്ന പ്രോബ്ലത്തിൻ്റെ ആൻസർ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്ന് ക്ലിയർ ആയപ്പോൾ ഞാൻ താങ്ക് യു പറഞ്ഞു വിട്ടതാ. പക്ഷേ എവിടെ പോകാൻ, ഉടുമ്പ് കയറി പിടിച്ച പോലെ വിടാതെ അള്ളി പിടിച്ചു. എനിക്കൊരു കംഫർട്ട് സോണിലെത്തുന്നത് വരെ സംസാരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എൻ്റെ റിയൽ ഫ്രണ്ട്സിനോട് പോലും ഞാൻ കുറേ ടൈം എടുത്താണ് കംഫർട്ടബിൾ ആയത്. അപ്പോൾ പിന്നെ ഒരു ഓൺലൈൻ ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ അതിലുറച്ചു നിൽപ്പായിരുന്നു. അവളോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് ഓഫ്ലൈനായിട്ട് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് വന്ന് പഠിക്കാനായിരുന്നു അവളുടെ ആഗ്രഹമെങ്കിലും അവളുടേത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ അവർ സമ്മതിച്ചില്ല. ഒടുക്കം അവളുടെ കരച്ചിലിൻ്റെയും നിരാഹാര സമരത്തിൻ്റെയും ഫലമായി JNUവിൽ ഓൺലൈൻ കോഴ്സിന് ചേർത്തു. അപ്പോൾ കോഴ്സിനെ പറ്റി സംസാരിക്കാനും കമ്പനി സ്റ്റഡി ചെയ്യാനുമൊക്കെ അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബാച്ച്മേറ്റ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നോ രക്ഷ. അപ്പോൾ പിന്നെ കൈ കിട്ടിയ ഏക ഇരയായ എന്നെ വിടാൻ അവൾക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതല്ലേ എന്ന് ഞാനും കരുതി. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമായിരുന്നു, പിന്നെ അത് വോയിസ് മെസ്സേജസ് ആയി. ആൻഡ് യു നോ വാട്ട്,
I got addicted to her voice. I could spend hours and hours listening to her voice. അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഞാൻ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും റിപ്ലൈ കിട്ടാതെ വന്നപ്പോൾ ഞാൻ അവളെ ആദ്യമായിട്ട് വിളിച്ചു. ഷി വാസ് ഷോക്ക്ഡ്. ജസ്റ്റ് ഹലോ ഇത് ഞാനാ ആദം എന്ന് പറഞ്ഞതും അവൾ ഫോണും കട്ട് ചെയ്ത് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഞാൻ എൻ്റെ വേറെ നമ്പറിൽ നിന്നായിരുന്നു വിളിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവൾ ഓൺലൈൻ വന്ന് പറഞ്ഞു. അടുത്ത് അമ്മ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഇതൊന്നും ഇഷ്ടമല്ല എന്ന്. പിന്നെ വിളിക്കണ്ടെന്ന് ഞാൻ കരുതിയതാണെങ്കിലും അവരില്ലാത്ത സമയം നോക്കി അവൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും കടന്ന് ഞങ്ങൾ വോയിസ് കോൾ വരെ എത്തി. പക്ഷെ പരിചയപ്പെട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ അവൾ എന്നെ കയറി പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ബട്ട് ഷീ ഡിഡ്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ. ആ സമയം ഡൗട്ട് ക്ലിയറിങ്ങും കമ്പൈൻ സ്റ്റഡിയും ഒക്കെ കടന്ന് ഞങ്ങളുടെ ചാറ്റിംഗ് ഡെയിലി റുട്ടീൻസും റാൻഡം തോട്ട്സ് ആൻഡ് ബ്ലാബറിങ്സ് വരെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവളുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോയി ദാറ്റ് ഷീ ഹാസ് ഫീലിങ്സ് ഫോർ സമൺ എൽസ്. അതേസമയം ഐ ഓൾസോ ഡെവലപ്ഡ് സം ഫീലിങ്സ് ഫോർ ഹർ ആൻഡ് ഹർ കൺഫെഷൻ മെയ്ഡ് മീ റിയലി ഹാർട്ട് ബ്രോക്കൻ. അവളോട് എനിക്കുള്ള ഫീലിങ്സ് ലവായിരുന്നെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അവൾക്ക് വേറൊരു തന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞപ്പോഴാണ്. ഹൗ പത്തറ്റിക് അല്ലേ. അങ്ങനെ അവൾ പറഞ്ഞു വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ചെറുക്കന് അവളോട് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ തീരെ ചാൻസ് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അവൾക്കത് തുറന്നു പറയാൻ നല്ല പേടിയുണ്ടെന്നും അവൾ പറഞ്ഞു. ആൻഡ് അതൊരു ചാൻസായിട്ട് ഞാൻ കണ്ടു. അവൾ കൺഫസ് ചെയ്ത് അവൻ റിജക്റ്റ് ചെയ്താൽ പിന്നെ ആ പാത്ത് ക്ലിയർ ആയല്ലോ. കുറച്ച് കഴിഞ്ഞ് അവൾ മൂവ് ഓൺ ആയാൽ എൻ്റെ കാര്യം പതിയെ അവതരിപ്പിക്കാമെന്നും ഞാൻ കരുതി. അങ്ങനെ ഞാൻ എൻകറേജ് ചെയ്ത് അവൾക്ക് കൺഫസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുത്തു. ഗസ് വാട്ട്? She wrote a confession letter and sent it to me. I first thought she was practicing her confession with me, but I was wrong. She was actually confessing to me. അതവൾ പറഞ്ഞതും ഞാൻ ക്ലൗഡ് 9-ലെത്തിപ്പോയി. അന്ന് ഞാനിവിടെ കയ്യും കാലും ഇട്ട് അടിച്ച് സന്തോഷിച്ചത് എനിക്ക് മാത്രമേ അറിയൂ. ആൻഡ് ദാറ്റ് വാസ് അവർ ഡേ 1. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു റിലേഷൻഷിപ്പിലായിട്ട്. അവൾക്ക് ഫേസ് ടൈം പേടിയായതുകൊണ്ട് ഞങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നുള്ള പ്രോഗ്രസ് വോയിസ് കോളോടെ അവസാനിച്ചു. ലേറ്റ് നൈറ്റ് കോൾസ് ആയിരുന്നു ഞങ്ങളുടെ സീക്രട്ട് റിലേഷൻഷിപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. അവളുടെ വീട്ടുകാർ കേൾക്കാതിരിക്കാനുള്ള അടക്കം പറച്ചിലും ഒടുക്കം ഐ ലവ് യു പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുള്ള ഓട്ടവും. ഷീ ഈസ് സോ അഡോറബിൾ. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് നാളെ കാണാൻ പോവാണ്. മലപ്പുറം കിടക്കുന്ന ആദം എന്ന ഞാനും തൃശ്ശൂർ കിടക്കുന്ന ലാവണ്യയും പക്ഷേ മീറ്റ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചാണ്. ഐ കാൺട്ട് വെയിറ്റ് ടു സീ ഹർ ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ആ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവളിപ്പോൾ നല്ല ഉറക്കമായിരിക്കും അല്ലേ? മഹാദേവ, അവനെ നാളെ കാണുന്നത് ആലോചിച്ചിട്ടേ എൻ്റെ കയ്യും കാലും വിറക്കുക. അവനെ കണ്ട എന്നെ ഇഷ്ടാകുമോ? ഇഷ്ടമില്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിൽ തന്നെ ബ്രേക്കപ്പ് ആകുമോ? ബട്ട് ഐ റിയലി ലവ് ഹിം.
I can't even imagine a life without him. അയ്യോ എനിക്ക് പേടിയാവുന്നേ. എൻ്റെ പൊന്നു ലാവണ്യ, നീ ഇപ്പം കിടന്ന് പേടിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിൻ്റെ കണ്ണും വെട്ടിച്ച് ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ സ്നേഹിച്ചതും പോരാ, അത് അവനോട് അങ്ങോട്ട് ആദ്യം കൺഫ്യൂസും ചെയ്ത് 1 വർഷം വീട്ടിൽ പിടിക്കാതെ അത് കൊണ്ടുപോകാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ധൈര്യം ഇവിടെ കൂടെ കാണിക്കാൻ അങ്ങോട്ട്. എന്നാലും ഞാൻ എവിടെയാ വീണത്? എനിക്ക് ഇങ്ങനത്തെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പോലും അവനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുവരെ ഐ തോട്ട് ഐ വാസ് അസെക്ഷൽ. പക്ഷേ അവനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞ സമയം അവൻ ആദ്യമായിട്ട് അവൻ്റെ പിക്ക് DP വെച്ചപ്പോഴാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് യു ഫോക്സ്. അവൻ്റെ കണ്ണ് കണ്ടതും അവിടെയാണ് ഞാൻ വീണത്. ഐ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഇൻ ദോസ് ഐസ്. He has that magic in his eyes. അവിടെ തുടങ്ങിയ ആ ഇഷ്ടം വളർന്ന് എൻ്റെ ഹാർട്ട് പൊട്ടിപ്പോകുമെന്ന അവസ്ഥ വരെ എത്തിയപ്പോഴാണ് ഞാൻ അവനോട് കൺഫ്യൂസ് ചെയ്യുന്നത്. അതോടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് കൂടെ പോയി കിട്ടിയെന്ന് ഉറപ്പിച്ചപ്പോഴാണ് ദേണ്ടേ എനിക്കും തന്നെ ഇഷ്ടമാണെന്നുള്ള അവൻ്റെ മറുപടി. അപ്പച്ചത്ത് വീണാലും കുഴപ്പമില്ലെന്നായിരുന്നു എനിക്കെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് മെനഞ്ഞെടുത്ത ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ഫ്യൂച്ചറും 4-5 കുട്ടികളെയും ഓർമ്മ വന്നപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് ഇനി ചാകാമെന്ന് വെച്ചു. I wanna grow old with you. ആദ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിയായിട്ട് നേരിൽ കാണണമെന്നായിരുന്നു വിചാരിച്ചതെങ്കിലും റിലേഷൻഷിപ്പിലായി 1 വർഷം കഴിഞ്ഞതും ഞങ്ങൾ 2 പേരും ഗ്രീഡി ആകാൻ തുടങ്ങി. നേരിട്ട് 1 തവണയെങ്കിലും കാണണമെന്നായി. ഞങ്ങളുടെ ആ ഗ്രീഡിനെസ്സാണ് നാളത്തെ മീറ്റപ്പിലേക്ക് വഴിയൊരുക്കിയത്. അവൻ തൃശ്ശൂർ വന്ന് എന്നെ കാണാമെന്ന് പറഞ്ഞതാ. പക്ഷേ ഈ ജില്ല മൊത്തം എൻ്റെ കുടുംബം വിജിലംബിച്ച് കിടക്കുന്നത് കൊണ്ട് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ പൊക്കും. അതുകൊണ്ട് മീറ്റപ്പ് കൊച്ചിന്നാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എക്സിബിഷൻ കൊച്ചിയിൽ നടക്കുന്നുണ്ടെന്നും അറ്റൻഡൻസ് കമ്പൽസറി ആണെന്നും പോയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ലെന്നും ഒക്കെ ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞു. അവർ പക്ഷേ ഒറ്റയ്ക്ക് വിടാൻ റെഡിയല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുറച്ചെറുക്കൻ തെണ്ടിയെ കൂടെ വിടാൻ ഉറപ്പിച്ചു. അവൻ വന്ന എല്ലാം പൊളിയുമെന്നുള്ളത് കൊണ്ട് സ്റ്റുഡൻസിനെ മാത്രമേ എക്സിബിഷന് കയറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നോക്കി. എൻ്റെ പിതാശ്രീ അമ്പിനും വില്ലനും അടുത്തില്ലെന്ന് മാത്രമല്ല മുറച്ചെറുക്കൻ ഉണ്ണിയെ വിളിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നും അതുകൊണ്ട് കൂടെ വരാനൊക്കില്ലെന്നും പറഞ്ഞു. നാളെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റാത്തൊരു പരിപാടി ഉള്ളത് കൊണ്ട് അവർക്കും കൂടെ വരാൻ പറ്റത്തില്ലായിരുന്നു. അതറിഞ്ഞു വെച്ചാണല്ലോ മീറ്റപ്പ് നാളെ തന്നെ വെച്ചത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് പിതാശ്രീ ഒറ്റക്ക് പോകാൻ മനസ്സോടെ എനിക്ക് അനുമതി തന്നു. അങ്ങനെ ഞാൻ നാളെ കാണാൻ പോവുകയാണ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ. അയ്യോ, എൻ്റെ ബോയ് ഫ്രണ്ട്. நீதானே காதலே என்னாலும் உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி என் எண்ணம் யானியே
ഹായ്. ഹേയ്. നമുക്ക് ആദ്യം തന്നെ വല്ലതും കഴിച്ചാലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ട്രെയിനിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. ആ ഓക്കെ. ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ കൊള്ളാം. എന്തിനാ ചിരിക്കുന്നത്? അല്ല, ഫോണിൽ കൂടെ കുണുകുണാ മിണ്ടുന്ന ആൾ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ പാടുപെടുന്നത് കണ്ട് ചിരിച്ചു പോയതാണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ, അത്രേ ഉള്ളൂ. ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായില്ല. നിനക്കോ? ഇവിടുന്ന് അടുത്തായതുകൊണ്ട് പെട്ടെന്നെത്തി. അല്ല, എന്താ ഇന്നത്തെ നമ്മുടെ പ്ലാൻ? കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക്. ഫസ്റ്റ് ഡേറ്റിന് തന്നെ അമ്യൂസ്മെന്റ് പാർക്കോ? നമുക്ക് വല്ല കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വല്ലതും മിണ്ടി പറഞ്ഞിരുന്നാൽ പോരെ? നീയല്ലേ നിനക്ക് ഈ റൈഡ്സിലൊക്കെ കയറാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. ഫസ്റ്റ് ഡേറ്റ് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. നിൻ്റെ റൈഡിൽ കയറാനുള്ള ആഗ്രഹം ഞാൻ ഇന്ന് സാധിച്ചു തരും. വേഗം കഴിക്ക്. ഫസ്റ്റ് ഏത് റൈഡിൽ കയറണം? നോക്കട്ടെ. ദേ, അത് നോക്കിയേ. ആ റൈഡ് നല്ല രസമായിരിക്കുന്നു തോന്നുന്നു. ആദ്യം അതിൽ തന്നെ കയറാം. ലാസ്, എന്താ അത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്തേലും വിചാരിക്കുമോ? അതെന്താ കാര്യം എന്ന് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റും. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എനിക്ക് ഇതൊക്കെ പേടിയാ. എന്ത്? ഈ ഹൈറ്റും റൈഡ്സും ഒക്കെ എനിക്ക് പേടിയാ. പിന്നെന്തിനാണ് പണ്ട വലിഞ്ഞു കയറിയത്? നിനക്കിതൊക്കെ ഇഷ്ടമായോണ്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് കയറിയതാ. അതെന്തിന്? Because I love you. കരയണ്ട, പേടിക്കാതിരിക്കാൻ എൻ്റെ കൈ പിടിച്ചു. താഴോട്ട് നോക്കണ്ട. ലുക്ക് അറ്റ് മീ. நாங்காலி நாங்காலி மொத்தமா சேர்த்து இப்ப நாங்காலி. ഹലോ, കൈവിട്ടിറങ്ങാൻ നോക്ക്. താഴെ എത്തി. ഇങ്ങിറങ്ങി വാ. വലിയ റൊമാൻറ്റിക് ഹീറോ കളിക്കാൻ നോക്കിയത് ഒരാൾ. ഞാനില്ലെങ്കിൽ കാണായിരുന്നു. ഹീറോ ആ റൈഡിൽ അറ്റാക്ക് വന്ന് ചത്തേന്. അയ്യോ, എന്താ റൈഡ് കഴിഞ്ഞപ്പോഴാണോ നിനക്ക് പേടി വന്നത്? ദോണ്ടേ എൻ്റെ മുറച്ചെറുക്കൻ. എവിടെ? ഇവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ് വന്നത്. ഇവന് വല്ല കുളു മണാലിക്കോ ഗോവക്കോ കാശ്മീരിലേക്കോ ഒക്കെ പോയാൽ പോരെ. പിള്ളേരെ പോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കെട്ടിയെന്നേക്കുന്നു. ഇവരൊക്കെ പേടിച്ചായി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതെൻ്റെ കുറ്റം പറിച്ചെടുത്ത് വന്നേക്കുന്നു. അത് അവൻ എന്നെ കണ്ട് ഉറപ്പായിട്ടും വീട്ടിൽ പറയും. എൻ്റെ അന്ത്യം തീരുമാനമായി.
അവൻ കാണുന്നതിന് മുമ്പ് നീ ഇങ്ങ് വന്നേ. ഓ ഓ അവൻ പോയി. നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാം, അതാ നല്ലത്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകാം? നല്ല വെയിലല്ലേ, ഔട്ട്ഡോർ ഒന്നും പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മൂവിക്ക് പോകാം. അത് കഴിയുമ്പോഴേക്ക് വെയിലിൻ്റെ ചൂടൊന്ന് കുറയുമല്ലോ. ഓക്കെ. ടിക്കറ്റ് കിട്ടിയോ? കിട്ടി. ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഷോ ഹൊറർ മൂവിയാണ്. നീ അന്ന് കാണണമെന്ന് പറഞ്ഞ മൂവിയില്ലേ, അത്. വാവ്, പെർഫെക്റ്റ്. വാ, വേഗം കയറാം. ഈശ്വര, ഇതും പേടിയാണോ? കുറച്ച്. പിന്നെന്താ നോക്കിയ ടിക്കറ്റ് ബുക്ക് വന്ന്? ഓ, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ബിക്കോസ് യു ലവ് മീ അല്ലേ? വന്നിങ്ങോട്ട്. അതെ, ഒരാൾ മാത്രം അങ്ങനെ സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. സാക്രിഫൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അല്ലാതെ ഒരാൾ മാത്രം അങ്ങനെ വലിയ ത്യാഗിയാകണ്ട. ഇതൊക്കെ കണ്ടാൽ തോന്നും നിനക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ, എനിക്ക് തിരിച്ചില്ലെന്ന്. വാ, നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ടാകാം ബാക്കി. ഇനി പറ, നിനക്ക് എവിടെ പോകാൻ ഇഷ്ടം? ബീച്ചിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. കടൽ നോക്കി വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. എനിക്കും ഇഷ്ടമാണ് കടൽ. അപ്പോൾ അവിടെ ഫിക്സ്. വാ, പോകാം. അവിടെ കുറച്ച് തണലുണ്ട്, അങ്ങോട്ടിരിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? തിരയുണ്ടേ കൊണ്ടിരിക്കാം. ആഹാ, എന്നിട്ട് എത്ര തിരയായി? 128. എന്നാ പിന്നെ ഒറ്റക്ക് വന്നിരുന്ന് എണ്ണിയെ പോലായിരുന്നു. എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നേ?
എന്നാലും ഒരാളെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമില്ല വിചാരിച്ചത്. ഭയങ്കര ധൈര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതിയത്. ഇത് റൈഡ്സും പേടി, ഹൈറ്റും പേടി, ഹൊററും പേടി. ഈ പേടിയൊന്നും ചാറ്റി പറഞ്ഞില്ലല്ലോ. ആ റൈഡിൽ കിടന്നുള്ള അലർച്ച ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. ഒരു ഗോസ്റ്റ് ചാടി വീഴുമ്പോൾ ഇവിടെ ഒരാൾ പേടിച്ച് ചാടാ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പേടി? ആട്ടെ, ഇനി എന്തൊക്കെ പേടി ലിസ്റ്റിട്ടെ. അങ്ങനെ എല്ലാം ഒന്നും പേടിയില്ല. എന്നാ പിന്നെ പേടിയില്ലാത്തത് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഇടും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എനിക്ക് ഇതിന് പേടിയില്ല. കവിളത്ത് തന്നോണ്ട് ബാക്കി പേടിയാണെന്ന് വിചാരിക്കണ്ട. അതിനും എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ കൂടെ ഉള്ള ആൾക്ക് ഇത് തന്നെ പേടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം വെറുതെ വിടണം. എനിക്ക് പേടിയാണെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് പേടിയൊന്നുമില്ല. Loves, I bought a gift for you. Wow, nice. ഇന്ന ഇട്ടതാ. സമയം എത്ര പെട്ടെന്നല്ലേ പോയേ. വന്നതേ ഓർമ്മയുള്ളൂ. ഇപ്പൊ പോകാനുള്ള സമയമായി. എനിക്ക് പോകണ്ട. ജോലിയൊക്കെ ആയിട്ട് കാണാമെന്നല്ലേ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ ഒരു തവണയെങ്കിലും കണ്ടാൽ മതിയെന്നായി. പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഒരു തവണയും മതിയാവില്ല. ഇനിയും ഇനിയും കാണണമെന്നാ. എനിക്കും ഇനിയും കാണണം. വിഷമിക്കേണ്ട, നമുക്കിതുപോലെ കാണാനുള്ള അവസരം ഇനിയും ഉണ്ടാക്കാം. അതുവരെ ഓർമ്മിക്കാനുള്ള മെമ്മറീസൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്തില്ലേ. തൽക്കാലം അടുത്ത കൂടിക്കാഴ്ച വരെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്, എങ്കിൽ ഞാൻ ഇറങ്ങാം. വീട്ടിലെത്തിയ മെസ്സേജ് ഇടണേ.
എത്തിയോ? വന്ന് കയറി ഫ്രഷായി കിടന്നേ ഉള്ളൂ. നിന്നെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാ നീ വിളിച്ചത്. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതാ എത്തിയ പാടെ വിളിക്കാൻ പറ്റാഞ്ഞ്. ആദ്, എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുക. ഇപ്പോഴും എവിടേക്കെയോ നിന്റെ സ്മെല്ലടിക്കുന്നു. നിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. സെയിം അവസ്ഥയിൽ തന്നെ ഞാനും. ഈ ഞാനാണോ ഒറ്റ തവണ കണ്ടാൽ മതിയാകുമെന്ന് വിചാരിച്ചത്? 1000 തവണ കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നും. അല്ല, ഗിഫ്റ്റ് ഇഷ്ടായോ? ഇഷ്ടായി. സർപ്രൈസ് ആയിരുന്നു. എനിക്കൊന്നും തരാൻ പറ്റിയില്ല. ഇങ്ങനെ വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞാൽ പിന്നെ സർപ്രൈസ് ആകുമായിരുന്നു. അതില്ല. ആ, അതാണ്. പിന്നെ നീ ഗിഫ്റ്റ് തന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു? തന്നല്ലോ. ഞാനോ? എപ്പോ തന്നു? ലിപ് ടു ലിപ്പ്. അയ്യേ, പോ അവിടുന്ന്. നാണല്ലേ ചെറുക്കന്. ഞാനെന്തിനാ നാണിക്കണേ? എനിക്ക് എൻ്റെ പെണ്ണ് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റല്ലേ, അത് ഞാൻ ലൈഫ് ലോങ് ബ്രാഗ് ചെയ്ത് നടക്കും. എന്നിട്ട് ഇഷ്ടായോ? എന്ത്? ഞാൻ തന്ന ഗിഫ്റ്റ്. ഗിഫ്റ്റൊക്കെ ഇഷ്ടമായി, പക്ഷേ അതിലും കൂടുതൽ ഇഷ്ടമായത് എന്നെ കിസ് ചെയ്ത് കഴിഞ്ഞുള്ള ആ നോട്ടമാണ്. ലൈക്ക് യു നീഡ് മോർ ആൻഡ് യു വാണ്ട് മീ ടു ടേക്ക് കൺട്രോൾ. ആ ഒരു നോട്ടവും നിൻ്റെ ഹെവി ബ്രീതിങ്ങുമാണ് കൂടുതൽ ഇഷ്ടമായത്. ആ ഒരു മൊമെൻറ്റ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും എൻ്റെ മൈൻഡിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എന്നാ കാണാ? കണ്ട് കൊതി തീർന്നില്ലായിരുന്നു. വേഗം കാണാം. ഇനി ഇങ്ങനെ കാണാതിരിക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ആം ലോങ്ങിങ് ഫോർ യു മോർ ദാൻ എവർ. Me too.